Hi friends, മറ്റൊരു പുതിയ വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കോഴിയടേന്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള കോഴിയടയാണ്. അപ്പോൾ ഇത് എങ്ങനെയാ തയ്യാറാക്കുന്നത് നോക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണാം. ആദ്യം നമുക്ക് കോഴിയടേന്റെ ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാണ്ട് വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പൊ ഞാനിത് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വരുമ്പം അതിലോട്ടേക്ക് കുറച്ച് കറിവേപ്പിലയും അതിന്റെ കൂടെ ഉള്ളി സവാളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ തേങ്ങയിലുള്ള വെള്ളം ഒന്ന് വലിഞ്ഞു നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അതായത് ഒന്ന് ഡ്രൈ ആയി വരുന്നൊരു ഫീല് വരും. ഇനി ഇതിലോട്ടേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ മസാല ഏകദേശം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ആണ്. ഇത് ഞാൻ ഉപ്പും മഞ്ഞളും കൂടെ ചേർത്തിട്ട് വേവിച്ചതായിരുന്നു. അപ്പം അതും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തത് നമ്മൾ കോഴിയടേന്റെ ബാക്കി ഇൻഗ്രീഡിയന്റ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലോട്ടേക്ക് ആവശ്യത്തിന് ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് രണ്ടിന്റെയും അളവ് എന്ന് പറയുന്നത് ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ചപ്പാത്തിന്റെ മാവൊക്കെ കുഴക്കുന്നത് പോലെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ സാധാരണ വെള്ളം തന്നെ, അതായത് പച്ചവെള്ളം അതിലോട്ടേക്ക് ഒഴിച്ചിട്ട് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഡോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പൊ നമ്മളെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മള് പൂരിക്കൊക്കെ വേണ്ടിയിട്ട് ചെറുതായിട്ട് ബോൾസ് ഉണ്ടാക്കില്ലേ, അപ്പൊ അതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അതല്ലെങ്കിൽ കുറച്ച് വലിയ ബോളാക്കിയിട്ട് ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ നമുക്ക് വേണ്ട തിക്നെസ്സിന്, അതായത് ഒരുപാട് നൈസ് ആവാനും പാടില്ല, ഒരുപാട് കട്ടി ഉണ്ടാവാനും പാടില്ല. ആ ഒരു തിക്നെസ്സിൽ ഇത് പരത്തിയതിന് ശേഷം ഒരു ഷേപ്പുള്ള ഒരു എന്താ പറയാ ഒരു മൂടിയോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ എല്ലാ കോഴിയുടെയും ഒരേ സൈസിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഞാനിവിടെ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ ബോളും എടുത്തിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് കനം വേണ്ട, അതുപോലെ തന്നെ ഭയങ്കര നൈസ് ആവാനും പാടില്ല. കാരണം ഫില്ലിങ് വെക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇനി പരത്തി കഴിഞ്ഞതിന് ശേഷം അതിലോട്ടേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിങ്ങനെ മടക്കിയതിന് ശേഷം ഒരു പ്രത്യേക സ്റ്റൈലിലാണ് നമ്മൾ ഇതൊന്ന് എന്താ പറയാ അതിന്റെ സൈഡ് ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി നോക്കിയാൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ശരിയാക്കിയെടുക്കാം. അപ്പൊ നമ്മള് കോഴിയടേന്റെ ഇതുപോലെ പരത്തി ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഈ കോഴിയട അതിലോട്ടേക്ക് എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം വേണം അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ, എന്നാലും ഒന്നും കൂടെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത്, പിരിച്ചെടുക്കുന്ന സമയത്ത് അവിടെ ഗ്യാപ്പ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതായത് അവിടെ ഇങ്ങനെ പൊട്ടൽ വന്നു കഴിഞ്ഞാൽ അതിൽ എണ്ണ കയറി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. അപ്പൊ നമ്മുടെ കോഴിയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചായക്കൂട്ടിലാണിത്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി അഥവാ നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ ഇതിൽ ചിക്കൻ ഇടുന്നത് ഒഴിവാക്കിയാൽ മതി. ചിക്കൻ മസാല നിർബന്ധമൊന്നുമല്ല, നമുക്ക് അല്ലാണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ കമന്റ് ആയിട്ട് അറിയിക്കുക. ഞങ്ങളെ വീഡിയോസ് കൂടുതൽ കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.